ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കാരണം അമേരിക്കയും ഇസ്രായേലും ഒക്കെ പ്രതീക്ഷിച്ചതിലും വലിയ തിരിച്ചടിയാണ് ആ അർത്ഥത്തിൽ ഇരുവർക്കും കിട്ടുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന്. ഇത് ശരിയാണെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ആധികാരികത സുരേഷ് മള്ളിമുറ്റം നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കുവൈറ്റ് സർക്കാരും അല്ലെങ്കിൽ കുവൈത്തുമായി ബന്ധപ്പെട്ട സൈനിക വൃത്തങ്ങളുമാണ് സ്ഥിരീകരിക്കേണ്ടത് അവരുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന്. ആ ദൃശ്യങ്ങൾ പുറത്ത് വരുന്നത് പ്രകാരമെങ്കിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, ആ കാറിൽ കാണുന്നത് ഒരുപക്ഷെ ആ വിമാനത്തിന്റെ പൈലറ്റ് ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ആ ഫ്ലൈയിങ് സൂട്ടൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൈലറ്റ് ആയിരിക്കും. ആധികാരികമല്ല, എടുത്തു പറയട്ടെ, ആധികാരികമല്ല എങ്കിൽ പോലും അത് പൈലറ്റ് ആവാനാണ് സാധ്യത. എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇജക്ട് ചെയ്തതായിരിക്കാം. വിമാനം തകർന്നത് തൊട്ടു പിന്നാലെ തന്നെ ഇജക്ട് ചെയ്തായിരിക്കാനാണ് സാധ്യത. ദൃശ്യങ്ങളുടെ ഒരു ഭൂപ്രകൃതി വെച്ച് ഏതാണ്ട് ഗൾഫ് മേഖലയിൽ തന്നെയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. പക്ഷേ ഇറാന്റെ ആക്രമണത്തിൽ തന്നെയാണോ അത് തകർന്നത്, അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ പതിച്ച് തന്നെയാണോ അത് തകർന്നത്, എഫ് സീരീസ് വിമാനം തകർന്നത്, അതോ ഇനി മറ്റ് വല്ല സാങ്കേതിക കാരണങ്ങളാണോ എന്നൊക്കെ വരും മണിക്കൂറുകളിലെ അറിയാൻ കഴിയുള്ളൂ. അമേരിക്ക ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണമോ നടത്തിയിട്ടില്ല. കുവൈത്തും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ വാർത്താ ഏജൻസികളും അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട് ഒബ്സർവ് ചെയ്ത് വാർത്തകളൊക്കെ കൊടുക്കുന്ന ട്വീറ്റ് ഹാൻഡിലുകളുമൊക്കെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ആര്യ, ശരി, ഇപ്പം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് കുവൈറ്റിൽ നിന്ന് അവിടെയുള്ള ഒരു പ്രദേശവാസി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ശബ്ദവും കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഒരു പൈലറ്റിൻ്റെ അതിനുള്ള ഒരു പൈലറ്റ് ഒരു ആംബുലൻസിൽ കിടക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് അതേ വീഡിയോയിൽ കാണാൻ കഴിയും. അത് പ്ലേ ചെയ്താൽ അതുകൂടി കാണാൻ കഴിയും. അതിൽ പരിക്കേറ്റിട്ടുണ്ട് ആ പൈലറ്റിന് എന്നുള്ളത് വളരെ ക്ലിയറായി മനസ്സിലാകും. പക്ഷേ എന്താണ് സംഭവിച്ചത്, ഈ F-15 വിമാനം എങ്ങനെ താഴേക്ക് പതിച്ചു, അത് ഇറാന്റെ ആക്രമണത്തിൽ താഴേക്ക് പതിച്ചതാണോ, അത് എങ്ങനെ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു ക്ലാരിറ്റി വരേണ്ടത്. നമുക്ക് ആ പൈലറ്റിന്റെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാമെന്ന് തോന്നുന്നു. ആ പൈലറ്റിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഈ വിമാനം താഴേക്ക് പതിച്ചതിന് ശേഷം പരിക്കുകളോട് കൂടിയ പൈലറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ പറയുന്നത്. കാരണം ആ പൈലറ്റിന്റെ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ എപ്പോഴും പറയുന്നതിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഇത് കുവൈറ്റിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം. കുവൈറ്റിലാണ് നടന്നതെന്ന് മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഈ പറയുന്നത് അമേരിക്കക്കാരനാണ് വിട്ടേക്ക് എന്ന് അറബി ഭാഷയിൽ ആണ് അവർ പറയുന്നതെന്ന് കൂടി ഈ വീഡിയോ പുറത്തുവിടുന്ന സമൂഹ മാധ്യമങ്ങളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അമേരിക്കക്കാരനാണ്, വെറുതെ വിട്ടേക്ക് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിൽ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ ശബ്ദം അറബി ഭാഷയിൽ ഇതാണ് പറയുന്നതെന്നാണ് ഈ വീഡിയോ പുറത്തുവിട്ട ആളുകൾ എഴുതി കാണിക്കുന്നത്. കുവൈറ്റിലാണ് ഈ അമേരിക്കയുടെ F-15 തകർന്ന് വീണതായി വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അത് അങ്ങനെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് അറിയില്ല. ഈ ഘട്ടത്തിൽ എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് ഒരു ഫൈറ്റർ ജെറ്റ്, ഒരു യുദ്ധവിമാനം തകർന്നു വീഴുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല.